ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും റവയും കൊണ്ട് ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് മൊരുമൊരാന്നിരിക്കുന്ന ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 3 ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്രേറ്ററിൽ ചെറിയ ഹോളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇത്രയും വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങിനാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ കിഴങ്ങ് എടുക്കുന്നത്, എത്രയാണോ പലഹാരം വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങളും കറക്റ്റാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു 3 ഉരുളക്കിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ഒരു കിഴങ്ങിന്റെ ആ ഒരു വഴുവഴുത്ത ഇതൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഒറ്റയായിട്ട് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഞാനിവിടെ വെള്ളം മാറ്റി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ആ ഒരു വഴുവഴുത്ത വെള്ളമൊക്കെ പോയിട്ട് നല്ല ഒറ്റയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പം ചെറിയ ജീരകം ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ഭാഗം സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കിഴങ്ങൊന്ന് വെന്ത് വരാനായിട്ട് ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാര്യം ഇത് അത്രയും നൈസായിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്ക് ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വറുത്ത റവയാണ്. ഇതിലേക്ക് വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എന്നാലേ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഈ റവ ഇട്ട് കൊടുക്കാൻ നേരമായപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴും ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി ഈ ഒരു റവ വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഉപ്മാവ് നമുക്ക് റെഡിയായി കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കറികൾ ഒഴിച്ചിട്ടോ കറികളില്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇനി ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു സ്നാക്സ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ചെയ്യുന്നത്. ഈ മാവിന്റെ ഒരു പകുതി ചൂടാറിയതിനു ശേഷം കൈകൊണ്ടൊക്കെ തൊട്ടാൽ ഒരു കുഴപ്പമില്ലാത്ത ആ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഈ മാവിനെ 2 ആക്കി എടുക്കുന്നുണ്ട്. 2 ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കുക. ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് ഒരു ബോർഡിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കൗണ്ടർ ടോപ്പിലോ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്നൊരു മാവെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതിന്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരേപോലെ കിട്ടാനാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ എല്ലാം ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ മാവിലും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്.
ഇനി ഇതിന്റെ വക്കൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ആ ഒരു പലഹാരത്തിന് ചെറിയൊരു എരിവും ചെറിയൊരു കളറൊക്കെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗം 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇത് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1 മിനിറ്റ് നേരം കൂടി വേവിച്ചാൽ മതി. അതിൽ കൂടുതൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നേരം ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പുറം ഭാഗം നല്ല മൊരും വരാതിരിക്കുന്ന, അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കിഡിലൻ റെസിപ്പി റെഡിയായി കിട്ടി. നല്ല ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് ഒരുപാട് എണ്ണ കുടിക്കുമെന്ന് ഓർത്ത് പേടിക്കേണ്ട. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷവും അതിലിരിപ്പുണ്ട്. ഇപ്പം ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരുമൊരാന്നിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.